നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രവർത്തന രീതികളിൽ നിന്നും വിട്ടുമാറി പാർട്ടികളെല്ലാം ആധുനിക പ്രവർത്തന തന്ത്രങ്ങളിലേക്കും സാങ്കേതികളിലേക്കും മാറിക്കഴിഞ്ഞു. ഇന്ന് ഒട്ടുമിക്ക പാർട്ടികളുടെയും നിയന്ത്രിക്കുന്നത് PR ഏജൻസികളാണ്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം വരെ PR ഏജൻസികളാണ് നിർവഹിക്കുന്നതെന്ന് പറയപ്പെടുന്നു. സർവേകളിലൂടെ ഓരോ മണ്ഡലത്തിലെയും ജനപ്രിയരെ PRA ഏജൻസി കണ്ടെത്തി കമ്മിറ്റികൾക്ക് ലിസ്റ്റുകൾ സമർപ്പിക്കും. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ജോലി മാത്രമേ കമ്മിറ്റികൾക്കും നേതാക്കൾക്കും ഉള്ളൂ എന്നാണ് അറിയപ്പെടുന്നത്. നാടെങ്ങും PR ഏജൻസികൾ നുള്ളിപ്പറക്കുകയാണ്, കണക്കുകൾ കൂട്ടുകയാണ്, സർവേകൾ നടത്തുകയാണ്. ഇതിൽ നിന്ന് ഒരു പാർട്ടിയും ഭിന്നമല്ല. ചില പാർട്ടികൾക്ക് വേണ്ടി ഒന്നിൽ കൂടുതൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നേതാക്കന്മാരുടെ ബോഡി ലാംഗ്വേജ്, പ്രവർത്തന സംഭാഷണ രീതികൾ വരെ ഏജൻസികളാണ് നിർണ്ണയിക്കുന്നത്. ഇത് എതിരാളികൾ പരസ്പരം ആരോപിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ നിയമിച്ചിരിക്കുന്ന PR ഏജൻസികളെ കൂടാതെ ദേശീയ പ്രാദേശിക മീഡിയകളും റിസർച്ച് ഏജൻസികളും സർവേകൾ നടത്തുന്നുണ്ട്. മനോരമ സീ വോട്ടർ സർവേ ആഴ്ചതോറുമാണ് നടക്കുന്നത്. ഫെബ്രുവരി 4-ാം ആഴ്ചയിലെ സർവേയിൽ LDFന് അനുകൂലമായ പല വിവരങ്ങളുമാണ് പുറത്തു വന്നിട്ടുള്ളത്. ജനുവരിയിലും ഫെബ്രുവരിയിലും ആദ്യവാരവും പുറത്തു വന്നപ്പോൾ സർവേകൾ ഭരണവിരുദ്ധ വികാരത്തിന്റെയും മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പിന്റെയും തീക്ഷ്ണത വളരെ കൂടുതലായിരുന്നു. 2025-ൽ ഇതിലും കൂടുതലായിരുന്നു. എന്നാൽ ഫെബ്രുവരി അവസാനം എത്തിയപ്പോഴേക്കും ഭരണമുന്നണിയും മുഖ്യമന്ത്രിയും ഏറെ മുന്നിലെത്തിയിരിക്കുന്നു. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളും പണി തീർന്നതും തീരാത്തതുമായ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനങ്ങളും സർക്കാർ നിരന്തരം നടത്തുന്ന പ്രചണ്ഡമായ പരസ്യങ്ങളും ഈ മുന്നേറ്റത്തെ സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഒരു വലതുപക്ഷ മാധ്യമമായ മനോരമ ഇത് തുറന്നു പറയാൻ നിർബന്ധിതരായിരിക്കുന്നു. CPM പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് നിരന്തരം വിവരങ്ങൾ തേടുന്നുണ്ട്. ഒപ്പം പാർട്ടി നിയോഗിച്ച PR ഏജൻസിയും അനുദിന നേതൃത്വത്തിന് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നുണ്ടെന്നാണ് അറിവ്. ഇതിനു പുറമെ പോലീസിന്റെ ഇന്റലിജൻസ് വിങ്ങും സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ അന്നന്ന് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നുണ്ട്. ഇതിലെല്ലാം മുന്നണിക്ക് അനുകൂലമായ റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നതെന്നാണ് സൂചനകൾ. അതാണ് CPM സംസ്ഥാന നേതൃത്വം ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറായതെന്നാണ് പുറത്തു വരുന്ന വിവരം. 2025 അവസാന പാദത്തിൽ പാർട്ടി വലിയ ചിന്താക്കുഴപ്പത്തിലായിരുന്നു. പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ പരാജയം CPMനെ വട്ടം ചുറ്റിയിരുന്നു. മുൻപെടുത്ത പല തീരുമാനങ്ങളും തിരുത്തുന്നതിനെപ്പറ്റി പാർട്ടി അന്ന് ആലോചിച്ചിരുന്നു. ടേം പ്രായവ്യവസ്ഥകളൊക്കെ മാറ്റിവെക്കാനാണ് അന്ന് പാർട്ടി ആലോചിച്ചത്. ഇതിന് പ്രകാരം മാറ്റി നിർത്തപ്പെട്ടിരുന്ന EP ജയരാജൻ, G സുധാകരൻ, AK ബാലൻ, തോമസ് ഐസക് എന്നിവരെയൊക്കെ മത്സരരംഗത്തേക്ക് വീണ്ടും കൊണ്ടുവരാനും പാർട്ടി തീരുമാനിച്ചിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം KK ശൈലജയും മുന്നിൽ നിർത്താൻ പാർട്ടി തീരുമാനിച്ചിരുന്നു. എന്നാൽ അനുകൂലമായ ഒരു തരംഗം വീശുന്നതെന്നറിഞ്ഞപ്പോൾ സെക്രട്ടറി MV ഗോവിന്ദൻ വടിയെടുത്തിരിക്കുകയാണ്. മാറ്റി നിർത്തിയവരെയൊക്കെ പൂർണ്ണമായി മാറ്റി നിർത്താൻ തീരുമാനിച്ചു. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിൽ പോലും പാർട്ടിയുടെ മുകളിലേക്ക് വളർന്നാൽ വെട്ടിമാറ്റാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് ശൈലജയ്ക്കും P ജയരാജനും ഷംസീറിനുമൊക്കെ വിനയായത്. ഇത് അത്ര സദുദ്ദേശത്തോടെ അല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. തന്നെക്കാൾ സീനിയോറിറ്റിയും ജനകീയതയുമുള്ളവരെയെല്ലാം മാറ്റി നിർത്തുക എന്ന തന്ത്രമാണ് ഇവിടെ പ്രയോഗിച്ചതെന്ന് പറയപ്പെടുന്നു. പാർട്ടിയിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ 2-ാം സ്ഥാനം തനിക്ക് തന്നെ ആയിരിക്കണമെന്ന ഉറച്ച തീരുമാനമാണ് ഇതിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത്. തന്നെക്കാൾ ജൂനിയർ ആയവരെ മാത്രം പാർട്ടിയിലും പാർലമെന്റിലും നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. ഈ സന്ദർഭം നോക്കി മുഖ്യമന്ത്രിയും ഒരു ചെക്ക് വെച്ചു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടാകാതിരിക്കാൻ ഒരു കളി കളിച്ചിരുന്നു. അന്ന് പാർട്ടി സെക്രട്ടറി വിജയരാഘവനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയായ ഡോക്ടർ ബിന്ദുവിനെ യാതൊരു സീനിയോറിറ്റിയും അവകാശപ്പെടാനില്ലാതിരുന്നിട്ടും MLAയും മന്ത്രിയുമാക്കി റിയാസിന്റെ മാർഗതടസ്സം വെട്ടിമാറ്റി. ഇത്തവണയും മുഖ്യമന്ത്രി ഇതേ തന്ത്രം പ്രയോഗിക്കുന്നുവെന്നാണ് പാർട്ടിയിലെ ചിലർ ആരോപിച്ചിരിക്കുന്നത്. ഏറെ എതിർപ്പുകളുണ്ടായിട്ടും ഗോവിന്ദമാഷിന്റെ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത് ഇതുകൊണ്ടാണത്രേ. മുന്നണി അധികാരം കിട്ടിയാൽ ശ്യാമള ടീച്ചർ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. അതുവഴി മുഹമ്മദ് റിയാസ്. എന്താണെങ്കിലും CPMൽ കളികൾ അരങ്ങു തകർക്കുമ്പോൾ മുന്നണിക്ക് അധികാരം കിട്ടുമോ എന്ന് മാത്രമേ ഇനി കാണാനുള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.